വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെക്കുറിച്ച് പീപ്പിൾ ടിവി നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറി കൂടി ഒളിക്യാമറയിൽ കുടുങ്ങി. തൃശൂർ ഇസ ഗോൾഡിലെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. ജിഎസ്ടിയും ബില്ലുമില്ല എന്നുള്ളതാണ് ഈ ചില്ലറ വിൽപ്പനശാലയുടെ പ്രത്യേകത. സ്വർണ്ണ വിൽപ്പനയ്ക്ക് നികുതിയും ബില്ലും വേണമെന്നറിയാത്ത മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൂടി ഞങ്ങളുടെ ഒളിക്യാമറ കണ്ണുകൾ നീളുകയാണ്. തൃശൂർ നഗരമധ്യത്തിലെ ഇസ ഗോൾഡ്. നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ഇസ ഗോൾഡിൽ ഞങ്ങൾ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. വലിയ തോതിൽ ചില്ലറ വിൽപ്പന നടക്കുന്ന ഒരു ജ്വല്ലറി. ഉപഭോക്താക്കളെ ഇത്രമാത്രം ആകർഷിക്കുന്ന എന്ത് ഘടകമാണുള്ളതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഇവിടെ നിന്നും വാങ്ങുന്ന ആഭരണങ്ങൾക്ക് നികുതിയില്ല എന്നതാണ് ആകർഷണീയത എന്ന് മനസ്സിലായി. ചുരുക്കത്തിൽ നികുതി വെട്ടിക്കുന്ന കള്ളക്കച്ചവടം. ഇത് ഉറപ്പാക്കാനായി ഞങ്ങൾ ഇവിടെ ഒരു അന്വേഷണം നടത്തി. വിവാഹ പാർട്ടി എന്ന പേരിൽ കടയിലെത്തി ഒരു നെക്ലേസും 2 വളകളും വാങ്ങി. ആഭരണത്തിന്റെ വില 60.61 ഗ്രാമിന് പണിക്കൂലി ഉൾപ്പെടെ 1,94,166 രൂപ. സംസാരത്തിൽ ഒരിടത്തും നികുതി കടന്നു വന്നതേയില്ല. ആഭരണം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ പണമടയ്ക്കാൻ നിർദ്ദേശിച്ച് വിലയും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലഭിച്ചു. അതിലും GST പരാമർശിച്ചിട്ടേയില്ല. ക്യാഷ് കൗണ്ടറിൽ പണമടച്ചപ്പോൾ പണം കൈപ്പറ്റിയതായി സീൽ പതിച്ച് പേപ്പർ തിരികെ നൽകി. പിന്നീട് മറ്റൊരു കൗണ്ടറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും ലഭിച്ചു. ഈ കച്ചവടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി 6000-ഓളം രൂപ ചരക്കു സേവന നികുതി ലഭിക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ നികുതിയുമില്ല. ബില്ലിന് പകരമായി നൽകിയതാകട്ടെ എസ്റ്റിമേറ്റ് എന്ന പേപ്പറും. ഈ പേപ്പറിന്മേൽ നടക്കുന്ന നികുതിയില്ലാ കച്ചവടമാണ് ഇവിടുത്തെ ആകർഷണീയത. ബില്ലില്ലാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നത് ഉപഭോക്താക്കളാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ബില്ലില്ലാതെ എസ്റ്റിമേറ്റിന്മേൽ മാത്രം പണം കൈപ്പറ്റിയതെന്നറിയില്ല. കള്ളക്കച്ചവടത്തിന് എന്ത് നിയമവ്യവസ്ഥ? തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, നമ്മൾ ഈ 2 ദിവസമായി സ്വർണ്ണക്കടകളിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ 2 ദിവസമായി പുറത്തുവിടുന്നുണ്ട്. ചില്ലറ വിൽപ്പനശാലയിലും മൊത്ത വിൽപ്പനശാലയിലായാലും വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് തൃശൂർ ഇസ ഗോൾഡിലെ നികുതി വെട്ടിപ്പാണ് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. അവന്തിക, കഴിഞ്ഞ 6 ദിവസങ്ങളായി 8ാമത്തെ ജ്വല്ലറിയിലാണ് നമ്മൾ ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തിയത്. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 100 കണക്കിന് ജ്വല്ലറികളിൽ ഇങ്ങനെ GSTയോ നികുതിയോ ബില്ലോ ഇല്ലാതെ നിയമവിരുദ്ധമായി കള്ളക്കച്ചവടം സ്വർണത്തിന്റെ കാര്യത്തിൽ നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഓപ്പറേഷനിലേക്ക് ഇത്തരത്തിൽ കടന്നത്. അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ അന്വേഷിച്ചു ചെന്നത് തൃശൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന, അതായത് നല്ല തോതിൽ തന്നെ ചില്ലറ വ്യാപാരം നടക്കുന്ന ഒരു സ്വർണ്ണാഭരണ ശാലയെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. കാരണം നമ്മളത് അന്വേഷിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന എന്തോ ഒരു ഘടകം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. ചില്ലറ വ്യാപാരം മാത്രമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മൊത്ത വ്യാപാരശാലകൾ അടക്കമുള്ളവയാണ് ഇത്തരം ഒളിക്യാമറ ഓപ്പറേഷനുകൾ നടത്തിയത്. ഇന്ന് പൂർണ്ണമായും ചില്ലറ വ്യാപാരം നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നു. അവിടെ വലിയ തോതിൽ ആളുകളുണ്ട്, വലിയ തോതിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഘടകമുണ്ട് എന്ന് അന്വേഷിച്ചു. അത്തരത്തിലൊരു അന്വേഷണമാണ് നമ്മൾ ഈ കടയിലേക്ക്, ഇസ ഗോൾഡിലേക്ക് എത്തിച്ചത്. അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ ഒരു GST ഉണ്ടെന്നോ ഇത്തരത്തിൽ നികുതി ഉണ്ടെന്നോ കച്ചവടത്തിന് ബില്ലുണ്ടെന്നോ ഒന്നും അറിയാത്ത ഒരു സ്ഥാപനം എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കാണേണ്ടി വന്നത്. കാരണം സംസാരത്തിൽ ഒരിടത്തും നികുതിയെക്കുറിച്ചോ GSTയെ കുറിച്ചോ ബില്ലിനെ കുറിച്ചോ ഇവർ വേവലാതിപ്പെടുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. സാധാരണ മുൻ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കടക്കാരോട് ചിലപ്പോൾ പറയേണ്ടി വരും, ബില്ലൊന്ന് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞാൽ അവർ യാതൊരു വൈക്ലഭ്യവും ഇല്ലാതെ ബില്ല് ഒഴിവാക്കി തരുമൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് നമ്മൾ ബില്ലില്ലാത്ത എസ്റ്റിമേറ്റ് കച്ചവടത്തിന്റെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല, അവർ ബില്ലില്ലാത്ത കച്ചവടമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഏതായാലും ഇത്തരമൊരു ഇതൊന്ന് വാർത്തയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ നേരിട്ടൊരു ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക് കടന്നത്. നമ്മൾ മറ്റു ജ്വല്ലറികളിലൊക്കെ ചെന്നതുപോലെ ഒരു കുടുംബത്തെയും ഒപ്പം കൂട്ടി അവിടെ സ്വർണം വാങ്ങാൻ ചെന്നു. ഒരു നെക്ലേസും 2 വളകളും വാങ്ങി. 60.81 ഗ്രാം സ്വർണം വാങ്ങി. 1,96,166 രൂപയുടെ സ്വർണം. ആ പണം അടച്ച് നമ്മൾ സ്വർണം കൈപ്പറ്റുകയും ചെയ്തു. അത് നമ്മൾ ആഭരണങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഒപ്പം ചില സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആഭരണം സെലക്ട് ചെയ്തു. അതിനുശേഷം എത്ര രൂപയാണെന്ന് ചോദിച്ചു.
തുക പറഞ്ഞു. തുകയിൽ GST ഇല്ല, നികുതി ഇല്ല, ബില്ലില്ല, ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ പുറത്ത്, ഈ കടയ്ക്ക് പുറത്ത് മറ്റൊരിടത്താണ് ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നത്. അവിടെ പോയി പണം അടച്ചു. അപ്പോൾ ഒരു ബില്ല് തന്നു. അതിൽ ബില്ലല്ല, എസ്റ്റിമേറ്റ് ആണ്. ഒരു പ്രിന്റഡ് എസ്റ്റിമേറ്റ് തന്നു. അതിൽ GST കളക്ട് ചെയ്തിട്ടില്ല, മറ്റു വിവരങ്ങളൊന്നുമില്ല, തുക മാത്രമേ ഉള്ളൂ. പണം അടച്ചു കഴിഞ്ഞപ്പോൾ ക്യാഷ് റിസീവ്ഡ് എന്ന് സീൽ ചെയ്ത് നൽകുകയും ചെയ്തു. അത് എത്രമാത്രം നിയമവിരുദ്ധമാണ് എന്ന് ആലോചിക്കണം. കാരണം ഒരു എസ്റ്റിമേറ്റ് സെയിൽ ഡീഡ് അല്ല, അല്ലെങ്കിൽ ഇൻവോയ്സ് അല്ല, അല്ലെങ്കിൽ ബില്ലല്ല. അതുകൊണ്ട് തന്നെ അതിൽ പണം കൈപ്പറ്റാൻ ഒരു നിയമവ്യവസ്ഥയും രാജ്യത്ത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത്തരം ഒരു എസ്റ്റിമേറ്റിന് മുകളിൽ അവർ തന്നെ പ്രിന്റ് ചെയ്തു വരുന്നു. അതിനടിയിൽ ക്യാഷ് റിസീവ്ഡ്, ഗുഡ്സ് ഡെലിവേർഡ് എന്ന് എഴുതിയൊരു ബില്ല് സീലും അടിച്ചു വരുന്നു. അതിനുശേഷം ഈ ബില്ലുമായി, ഈ എസ്റ്റിമേറ്റുമായി വീണ്ടും കടക്കകത്തേക്ക് ചെന്ന് അവിടെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് സ്വർണ്ണവും വാങ്ങി. ചുരുക്കത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ്. മറ്റു കടകളിലൊക്കെ ബില്ലിനെ കുറിച്ച്, ബില്ല് വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള അർത്ഥത്തിലായിരുന്ന കച്ചവടമെങ്കിൽ ഇവിടെ ബില്ലിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് നികുതിയെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നേ ഇല്ല. ചുരുക്കത്തിൽ ഈ 1,94,000 കച്ചവടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂടി നഷ്ടപ്പെട്ടത് 6,000 രൂപയുടെ നികുതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ ബില്ലില്ലാത്തതുകൊണ്ട് ഉപഭോക്താക്കൾ നേരിടുന്ന ഒരു പ്രശ്നം, ഇതേ കടയിൽ ഇതേ സ്വർണവുമായി 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നാലും ഇവർ എടുക്കില്ല. അല്ലെങ്കിൽ ഇവർ സാധാരണ കടക്കാർ ചെയ്യുന്ന പോലെ ഇതിന്റെ നിശ്ചിത ശതമാനം കുറച്ചിട്ട് ഇന്നത്തെ വിപണി വിലയേക്കാൾ ഗ്രാമിന് 20-30 രൂപ കുറച്ച് ഒക്കെ സ്വർണം എടുക്കുന്ന സാഹചര്യമാണുള്ളത്. ചുരുക്കത്തിൽ ഉപഭോക്താക്കളും കബളിപ്പിക്കപ്പെടുന്നു. മറിച്ച് ഇതിനൊരു ബില്ല് വാങ്ങുകയാണെങ്കിൽ 100% ഗ്യാരണ്ടി നൽകാൻ ഈ കടയുടമ ബാധ്യസ്ഥനായിരുന്നു. ചുരുക്കത്തിൽ സംഭവിച്ചതാണ്, സർക്കാരിന് ലഭിക്കേണ്ട നികുതിയുമില്ല, ഉപഭോക്താവിന് ലഭിക്കേണ്ട ഗ്യാരണ്ടിയുമില്ല എന്നുള്ളതാണ് ഈ കച്ചവടത്തിന്റെ ഒരു പൊതു സ്വഭാവമായി നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനകം തന്നെ നിരവധി കടകളിൽ, 8 കടകളിൽ, ചെറുതും വലുതുമായ 8 വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾ ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷന്റെ 1ാം ഘട്ടം ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. സംസ്ഥാനത്ത് ലഭിക്കേണ്ട കോടാനുകോടി രൂപയുടെ നികുതി ചോരുകയാണ്. അക്കാര്യത്തിൽ ഉടനടി ഒരു ഇടപെടൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായില്ലെങ്കിൽ 2 തരത്തിൽ പ്രശ്നമുണ്ട്. സർക്കാരിന് നികുതി ചോരുന്നു, മറ്റൊന്ന് ഉപഭോക്താക്കൾ വലിയ തോതിൽ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സാലിയ, അതായത് ബില്ലില്ലാതെ, അല്ലെങ്കിൽ ബില്ലില്ലാത്ത ഈ സ്വർണത്തിന് ഗ്യാരണ്ടിയോ ഉറപ്പും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ GST കൊടുക്കണ്ട എന്ന് കരുതിയായിരിക്കണം ഈ ഉപഭോക്താക്കൾ ഇത്തരം ജ്വല്ലറികളെ സമീപിക്കുന്നത്. ഇതുമൂലം ഉപഭോക്താക്കളും വഞ്ചിക്കപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിനും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിന്റെ വരുമാന ചോർച്ച. അതവിടെ നിൽക്കട്ടെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നികുതി വരുമാന ചോർച്ച സ്വർണ്ണ മേഖലയിലുണ്ട്. അത് പൊതുവിൽ സാമ്പത്തിക വിദഗ്ധരും നമ്മുടെ ധനമന്ത്രി അടക്കമുള്ളവർ അംഗീകരിച്ച കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന് ചെയ്യാനുള്ളത്. അത്തരം നടപടികളിലേക്ക് സർക്കാർ ഇതിനകം തന്നെ നമ്മുടെ വാർത്തയുടെ ആദ്യത്തെ ദിവസം തന്നെ അത് കടന്നു കഴിഞ്ഞു എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം ഒരു ചർച്ചയിലേക്ക്, ആ ഒരു ആംഗിളിലേക്ക് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നതിനേക്കാൾ ആവശ്യം ഏത് തരത്തിലാണ് ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ സ്വർണം ഇപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു നെക്ലേസും 2 വളകളും 1,94,666 രൂപയുടെ സ്വർണമുണ്ട്. ആ സ്വർണത്തിന് ഞാൻ ലാഭിച്ചത്, ഈ വ്യാപാരത്തിൽ, ഈ കച്ചവടത്തിൽ എനിക്ക് ലാഭം കിട്ടിയത് 6,000 രൂപയാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകേണ്ട നികുതി. ആ നികുതി പണം സർക്കാരുകൾക്ക് ചെല്ലുകയും അത് നാടിന്റെ വികസനവുമായി നമ്മുടെ അടുത്തേക്ക് തന്നെ മടങ്ങിയെത്തും എന്നുള്ള ഒരു യാഥാർത്ഥ്യം. എങ്കിലും അത് മാറ്റിവെക്കാം. എങ്കിലും പക്ഷേ ആ നികുതിയേക്കാൾ കൂടുതൽ ഉപഭോക്താവിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം, ഇതിനൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ്. സ്വർണം നമ്മൾ വലിയ തോതിൽ 25,000 അടുത്തായി ഇപ്പോൾ സ്വർണത്തിന്റെ വില നിലനിൽക്കുകയാണ് ഒരു പവന്. അപ്പോൾ 25,000 രൂപ പവന് വില കൊടുത്ത് വാങ്ങുന്ന സ്വർണം, അതിന്റെ പണിക്കൂലിയും ചേർത്ത് 28-29 ഒക്കെ രൂപയാകും. അത്തരത്തിൽ വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തിന് ഒരു ഗ്യാരണ്ടിയും നമ്മൾ കൈവശം ഇരിക്കുമ്പോഴില്ല എന്നുള്ളതാണ് ഈ ബില്ലില്ലാത്ത കച്ചവടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അത് സ്വയം സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടല്ലാതെ ഈ പ്രതിസന്ധിക്ക് മറികടക്കാൻ കഴിയില്ല. സമാന്തരമായി ഇത്തരം കള്ളക്കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ GST ഡിപ്പാർട്ട്മെന്റും സർക്കാരും നടപ്പാക്കേണ്ടതായി വരും. പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരായ ഉപഭോക്താക്കൾ നിസ്സാര ലാഭത്തിന് വേണ്ടി ഇത്തരം വഞ്ചനയിൽ ചാടുന്നു എന്നുള്ളതാണ്. നിസ്സാര ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം ഇടപാടുകൾ വഴി ലക്ഷോപലക്ഷം രൂപ മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് സാധാരണ ഉപഭോക്താവ് എത്തുന്നു. അതാണ് പരിഹാരം കാണേണ്ട രണ്ടാമത്തെ പ്രശ്നം.
ശരി, വ്യക്തമാണ്. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ച് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറിയുടെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടത്. തൃശൂർ ഇസ ഗോൾഡിലെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിട്ടത്. വിവരങ്ങളാണ് സാലി നൽകിയത്. ഇടവേള. കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് ആയിരിക്കണമെന്ന് പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ചാരങ്കാട്ട് അച്ചോ ജോൺ തന്നെ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് ആകുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ജനം ഒരേ മനസ്സോടുകൂടി പറഞ്ഞു അങ്ങ് എന്തിൽ വിശ്വസിച്ചാലും തിരക്കേടില്ല, ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരു ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആരാധിക്കുവാനുള്ള അവസരം ഒരുക്കി തന്നത് അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കണമെന്ന് പറയുകയും നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം 8 കൊല്ലം ഈ ക്ഷേത്രത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ഭരിച്ചു. നല്ല രീതിയിൽ ഭരിച്ചു. അങ്ങനെ പൊതുജനങ്ങൾക്ക് ഇന്നത്തെ പങ്കാളിത്തവും ഭരണവും ലഭിച്ചത് അങ്ങനെയാണ്. അവസാനം പ്രായമായി പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ പ്രായത്തെ കൊണ്ട് വയ്യാതെ വന്ന് സ്വയം അദ്ദേഹം മാറുകയും അദ്ദേഹത്തിന് ബഹുമാന സൂചകമായി അദ്ദേഹത്തിന് എല്ലാ കൊല്ലവും ഒരു ചെറിയ പാരിതോഷ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സംസ്കാരം ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇവിടെ അവിശ്വാസികളും വിശ്വാസികളുമില്ല, അതുപോലെ തന്നെ ഹിന്ദുക്കളും അഹിന്ദുക്കളുമില്ല. ഇവിടെ വരുന്നത് ഭക്തരായ മനുഷ്യർ മാത്രമാണ്. പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഇവിടെ ഭക്തരായും ഭരണക്കാരുമായും ഉണ്ട്. നാം ഒരു കാര്യം ആലോചിക്കണം. പ്രളയകാലത്ത് 38 ദിവസം ഇവിടെ സകല ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇവിടെ അതിഥികളായി, അഭയാർത്ഥികളായിട്ടല്ല, അതിഥികളായി 10,000 പേരെ പാർപ്പിച്ചു. ഓണത്തിനാണെങ്കിൽ നമ്മളെല്ലാം ഞാനുൾപ്പെടെ പ്രദേശത്തുള്ള എല്ലാ ആളുകളും 15,000 ആളുകൾക്കാണ് സദ്യ ഒരുക്കി സാക്ഷാൽ സുധാകരൻ സാഹോട് സംബന്ധിച്ചുകൊണ്ട് ആ സമ്മേളനം, ആ സദ്യ നടത്തിയത്. അങ്ങനെ ഈ രാജ്യത്തുണ്ടായിരുന്ന ദുഃഖത്തിന് പങ്കാളിയായി പ്രവർത്തിച്ചത് ഈ രാജ്യം പറഞ്ഞു. ദേശീയ നേതൃത്വത്തിൽപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ AK ആന്റണി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പോലും ഈ ക്യാമ്പ് കാണാനും വിലയിരുത്തുവാനും വന്നു എന്ന് കണക്കാക്കുമ്പോൾ നമ്മൾ കാണിച്ച ആ ആർദ്ര സ്വഭാവം മാത്രമല്ല, 5 നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആ വന്നവരെ അതിഥികളായിരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഒരു പാചകം ചെയ്യാനോ തൂക്കാനോ തുടയ്ക്കാനോ ഒരു അവസരവും കൊടുക്കാതെ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ അവർക്കെല്ലാം ഭക്ഷണം പാചകം ചെയ്യാൻ ആൾക്കാരെ ശമ്പളത്തിൽ വെച്ചും ശുചിത്വം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ശുചീകരണ തൊഴിലാളികളെ നിർത്തി വൃത്തിയാക്കി അവർക്കെല്ലാം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അവർ എന്ന് പോകണമെന്ന് വന്നു അന്ന് പോകാനാണ് നമ്മൾ അവസരം കൊടുത്തത്. അതോടൊപ്പം തന്നെ അവർക്ക് 10,000 പേർ സംബന്ധിച്ചിട്ട് അവർക്കെല്ലാം തന്നെ 20 ലക്ഷത്തിനടുത്ത രൂപ അവർക്ക് പോക്കറ്റ് മണിയായി കൊടുത്തു. ഓണസദ്യമായി ഓണക്കോടി ഇതെല്ലാം നൽകി അവരെ ആദരിച്ചും ബഹുമാനിച്ചും പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇത് ക്ഷേത്രമല്ല, മാനവസേവ മാധവസേവ, മാനവസേവ മാധവസേവ എന്ന മുദ്രാവാക്യം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരാണ് ഞങ്ങൾ. 54 കൊല്ലമായി ഞാൻ ഇതിന്റെ പ്രസിഡന്റായി. ആ പ്രസിഡന്റായി വന്ന കാലത്ത് ഒരുപാട് പ്രസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം നേരിടുവാനുള്ള ശക്തിയും കരുത്തും ഒറ്റക്കെട്ടായി നാട്ടുകാരിൽ നമ്മളുണ്ട്. ആ ദേവിയിൽ വരുന്ന സമ്പത്തുകളെല്ലാം തന്നെ ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരം വരുന്ന പ്രവൃത്തികൾ. ക്ഷേത്രങ്ങളെല്ലാം ആത്മീയ കേന്ദ്രത്തോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആതുര ശുശ്രൂഷ നടത്തുന്ന കേന്ദ്രങ്ങളായി മാറണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സമ്പത്തുകളെല്ലാം തന്നെ ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, വിവാഹം നടത്താൻ പൈസ, രോഗചികിത്സയ്ക്ക് പൈസ, വിദ്യാഭ്യാസം നടത്താൻ പൈസ, മരണമുണ്ടായാൽ വെട്ടിച്ചുടുന്നതിനുള്ള പ്രാഥമിക ചികിത്സയ്ക്കുള്ള പൈസ, അതോടൊപ്പം തന്നെ
ഇവിടെ വന്ന് കല്യാണം നടത്തുവാൻ പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം ഫ്രീ ആയി കൊടുക്കുക. അങ്ങനെ ഇവിടുന്ന് വരുന്ന സമ്പത്തുകളെല്ലാം തന്നെ ആളുകൾക്ക് വിവിധ മേഖലകളിൽ വിവിധ രീതിയിൽ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് മാനവസേവ മാധവസേവ. ഞാൻ ഭരണമാനങ്ങൾക്ക് അന്നത്തെ കാലത്ത് അന്ന് 10 സെന്റിൽ പദവും ഒന്നും കിട്ടാത്ത കാലത്ത് 1000 രൂപ കൊടുത്താൽ ഒരു കല്യാണം നടക്കുമായിരുന്നു. 54 കൊല്ലം അന്ന് ഓരോ വീട്ടിലും സാധാരണ വീട്ടിൽ കല്യാണം നടത്താൻ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തി കൊടുത്തിരിക്കും. അല്ല സമ്പത്ത് അമ്പലത്തിൽ കൊടുത്തിരിക്കും. അവർ ഞങ്ങൾക്ക് തിരിച്ച് ചെറിയ പലിശയോട് കൂടി തിരിച്ചു തന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി. ഈ ആചാര അനുഷ്ഠാനങ്ങൾ തന്നെ എന്തെല്ലാം മാറ്റങ്ങളിലൂടെ വരുത്തി. നിങ്ങൾക്കറിയാമല്ലോ, ആ കാണുന്ന മുല്ലര മന്ദിരം സാക്ഷാൽ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹത്തെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കേരള മുഖ്യമന്ത്രിയായിരുന്ന മഹാനായ അച്യുത മേനോനെ കൊണ്ട്. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കെ കരുണാകരനായിരുന്നു. ഇവിടെ നടന്ന ഒരു അനാചാരം വേലപടയനെ കള്ളു കുടിച്ച് ഇവിടെ വന്ന് തമ്മിൽ തല്ലി ചാകുക. ഒരു കൊല്ലത്തെ വിരോധങ്ങളെല്ലാം ഉത്സവത്തിന് തീർക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ ഉണ്ടായി. ഈ അനാചാരം മാറ്റുവാനുള്ള പ്രശ്നങ്ങൾ പരാജയപ്പെട്ട് അപ്പോഴാണ് ഗുരുവിനെ ഇവിടെ പ്രദർശിച്ചുകൊണ്ട് ഏകപക്ഷമായി വേലപടയണിയോട് അവസാനിപ്പിച്ചു. അത്രയോ മരണം ഇവിടെ നടന്നു. എത്രയോ സ്ത്രീകളുടെ കണ്ണീരിവിടെ വീണു. ഭർത്താവ് കള്ളു കുടിച്ച് തുള്ളിച്ച് അമ്പലത്തിലിട്ട് നടക്കുമ്പോൾ ഭാര്യയും മക്കളും കരഞ്ഞു പുറകെ നടക്കുന്ന ദുരന്തങ്ങൾ എത്രയോ ഞങ്ങൾ കണ്ടു. ഇവിടെ ചികിത്സിക്കാനായി വേണ്ടിയിട്ട് ഒരു ആശുപത്രി വരെ ഇവിടെ സ്ഥാപിക്കുന്നു. അപകടം സംഭവിക്കും വെട്ടും കുത്തും മേടിക്കുന്നവരെ ഉടനെ അമ്പലത്തിൽ ആശുപത്രി കൊണ്ടുപോകാൻ കാറുകൾ ഇവിടെ ഇടുന്നു. ഒരു ഉത്സവമാണോ? വലിയ ആചാരം പറഞ്ഞുകൊണ്ട് അനാചാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നുവെങ്കിൽ അതിനെല്ലാം മാറ്റം വരുത്തി. ഇതൊരു കടങ്കഥ പോയാൽ നിങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ പേരിൽ മരണത്തിന്റെ മുമ്പ് വരെ ചെയ്യുന്ന ആളാണ് ഞാൻ, അതിന്റെ നിരോധിച്ചതിന്റെ പേരിൽ. പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ മാറാതെ അതെല്ലാം ഞാൻ മാറ്റി. ഇവിടെ കോഴി വിട്ടുണ്ടായിരുന്നു, ആട് വിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അനാചാരമാണ് എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം മാറ്റി. ദേവിക്ക് ഒരു കുഴപ്പവും പറ്റില്ല, ഞങ്ങൾക്കൊരു വിരോധവും വന്നില്ല. പടയണി മാറ്റി. ആറാട്ട് ആനപ്പുറത്ത് കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ട് മനുഷ്യരുടെ കൊണ്ടുവന്നിട്ട് പലയിടത്തും പല അപകടങ്ങളും സംഭവിക്കുന്നത് മനസ്സിലാക്കി ആറാട്ടിന് ആന വേണ്ട എന്ന് തീരുമാനിച്ച് അതിനു പകരം ആറാട്ടിന് വേണ്ടി ജീവിത തയ്യാറാക്കി മനോഹരവും സുന്ദരവുമായി ഞങ്ങൾ ഉത്സവം നടത്തുന്നു. ഒരു ദേവീ കോപം ഉണ്ടായില്ല. 82 വയസ്സുകാരനായ ഞാൻ ഇന്നും ചക്കക്കുരു പോലെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ദേവിയുടെ കാരണം കൊണ്ടാണ്. അപ്പൊ ഇന്നും അവർ 2 ചക്കക്കുരുവായി. കാരണം ഞങ്ങൾ 2 വേണ്ട ചേട്ടനെ എനിക്കൊരു തോന്നുന്നു എന്നിട്ട് പറയണം. ഞാൻ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് പോകാം. കാരണം ഞങ്ങളുടെയൊക്കെ ദുഃഖമൊക്കെ പറയണ്ടേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സാറിന് വലിയ തോന്നിയപ്പോ നമുക്ക് വലിയ ദുഃഖമായിരുന്നു. വരത്തില്ല, ഇരിക്കാണ്. കാരണം ദേവിയാണ് വരുത്തി. ഇനി കത്തെഴുത്തൊന്നും വരികയായിരുന്നു. ആള് ചക്കക്കൊരു ഇങ്ങനെ വന്ന് ഇരിക്കണം. ശബ്ദമില്ലാതെ വരികയെന്ന് പറയും. ഏത് പരിപാടിക്കാണ് ഇവിടെ വരാറ്? വരികയെന്ന് എഴുതുന്ന പരിപാടിക്ക് ഇവിടെ വന്നു ഇരുന്നു. അതെല്ലാം നമ്മുടെ ദേവിയുടെ ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നതോടൊപ്പം നമുക്കെല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ സ്വാഗതം പറയുകയാണ്. ഒറ്റ വാക്ക് എല്ലാവരും. കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. വെള്ളാപ്പള്ളി സംസാരിക്കുകയായിരുന്നു. ഇടവേള. കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരിപാടികൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന പുതിയ സംരംഭം തുടങ്ങാനായതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇവിടെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് സ്വാഗത പ്രസംഗത്തിൽ ദീർഘമായി കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ 9:30 തൊട്ടപ്പുറത്ത് തന്നെയുള്ള മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അതും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ
ഒരു കാര്യം പറയുകയുണ്ടായി. ഈ ഫിലിം ഫെസിലിറ്റേഷൻ സെന്ററിന്റെ 1ാം ഘട്ടമാണിത്, 2ാം ഘട്ടം ഉണ്ടാകുമോ എന്നൊരു സംശയം പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി ഔപചാരികമായി ഇവിടെ പറയുന്നതിന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2ാം ഘട്ടം ഉണ്ടാവും. അതിൽ 2 കോടി രൂപ കൂടി അതിന് അനുവദിക്കുകയും ചെയ്യും. ഇതിൻ്റെ ചരിത്രം അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ജാതി വ്യവസ്ഥയുടേതായ ഉച്ചനീചത്വങ്ങൾ ശക്തമായി നിലനിന്നിരുന്നൊരു കാലത്ത് ഒരു ബ്രാഹ്മണ കുടുംബം താഴ്ന്നു നിന്ന് അക്കാലത്ത് വിളിക്കപ്പെട്ടിരുന്ന വിഭാഗത്തിലെ ഒരാളെ പൂജാവിധികൾ പഠിപ്പിച്ച് അദ്ദേഹത്തിന് ഈ ക്ഷേത്രം കൈമാറി എന്നാണ് കരുതപ്പെടുന്നത്. അച്ചോ ജോണിന്റെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ. പിന്നെ ഇക്കാലം ആചാരമൊന്നും മാറാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലമാണല്ലോ. അപ്പം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇവിടെ കോഴിവെട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. മൃഗത്തെ ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആചാരങ്ങളെല്ലാം മാറിയതുകൊണ്ട് ദേവിയുടെ ശക്തി കുറയുകയല്ല ചെയ്തത്. സുധാകരനെ പോലത്തെ ഒരാള് അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനടക്കമുള്ള ശക്തിയിലേക്ക് ദേവി ശക്തിപ്പെട്ടുവെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആചാരം ഓരോ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, കാലാനുസൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. അത് ഒന്നുകൂടി ഇവിടെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഈ കെട്ടിടം വേഗം തന്നെ തീരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാലും പരമാവധി വേഗതയിൽ തീർക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദം. നന്ദി സർ. ഇനി കണിച്ചുകുളങ്ങര ക്ഷേത്ര ഭരണസമിതി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് സ്നേഹോപഹാരം നൽകുകയാണ്. സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നതിനായി ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവர்களെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിലെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്ക് ക്ഷേത്ര ഭരണസമിതി സ്നേഹോപഹാരം നൽകുകയാണ്. സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി നൽകുന്നതിനായി പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ധനകാര്യ കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവർക്ക് ക്ഷേത്ര ഭരണസമിതി സ്നേഹോപഹാരം നൽകുകയാണ്. നന്ദി സർ. അടുത്തതായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർക്ക് ക്ഷേത്ര ഭരണസമിതി സ്നേഹോപഹാരം നൽകുകയാണ്. നന്ദി സർ. അടുത്തതായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ പി തിലോത്തമൻ അവർക്ക് ക്ഷേത്ര ഭരണസമിതി സ്നേഹോപഹാരം നൽകുകയാണ്. നന്ദി സർ. ഇന്നത്തെ ചടങ്ങിലെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവர்களാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. കണിച്ചുകുളങ്ങര പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്ന കേരളത്തിന്റെ സമാധാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ സ്വാഗതം ആശംസിച്ച കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. 91ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. മികച്ച സഹനടിയായ റെജീന കിങ്ങിനെ തിരഞ്ഞെടുത്തു. മികച്ച സഹനടൻ മാർഷ്യൽ ആലി, മികച്ച വിദേശ ഭാഷാ ചിത്രം റോമ, മികച്ച ചിത്രം ഇഫ് ബിൽ സ്ട്രീറ്റ് കുഡ് ടോക്ക്, ഷോർട്ട് ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇന്ത്യക്കാരിക്കും ഓസ്കാർ. 91ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. I used to work as a cleaner and I loved that job. I did spend quite a lot of my time imagining this. Oh, please wrap up. Right, okay. And thank you. And my husband Ed, my best friend,
I love you so much. 25 years, you've been my best supporter, and he's gonna cry. I'm not. And thank you so much. Fox, everybody, the cast, the crew, Francis, Sam, thank you. Oh, thank you so much. Lady Gaga, Melissa. Coming up, the Academy Award for Directing and Julia Roberts presents Best Picture. We'll be back in a moment. വിവരങ്ങളുമായി ഇഷാർ ചേരുന്നുണ്ട്. ഇഷാർ, 91ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച സഹനടിയായി റെജീന കിങ്ങിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സഹനടനായി മാർഷേല അലിയും തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ കൂടി. അവന്തിക, നമുക്ക് കാണാൻ കഴിയുന്നത് ലോസ് ആഞ്ചലസിൽ ഓസ്കർ ചടങ്ങ് 91ാമത് ഓസ്കർ പുരസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച സഹനടൻ, സഹനടി, ഒപ്പം തന്നെ മികച്ച നടനുള്ള പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ബൊഹീമിയൻ റാപ്സഡി എന്ന ചിത്രത്തിൽ അഭിനയിച്ച റാമി മാലിക് എന്ന നടനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. റാമി മാലിക്കിനെ നമുക്ക് മുൻപ് തന്നെ അറിയാം. ഒരുപാട് ചിത്രങ്ങളിൽ വളരെ മികച്ച കഥാപാത്രങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നടനാണ് റാമി മാലിക്. ബൊഹീമിയൻ റാപ്സഡിക്ക് ഇപ്പോൾ തന്നെ 4 ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. മികച്ച ചിത്ര സംയോജനം, മികച്ച ശബ്ദ ലേഖനം, ശബ്ദ മിശ്രണം, ഒപ്പം തന്നെ മികച്ച നടനുള്ള പുരസ്കാരം കൂടി ബൊഹീമിയൻ റാപ്സഡിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബൊഹീമിയൻ റാപ്സഡി നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. അതായത് പോപ്പ് ബാൻഡായ ദ ക്വീൻ എന്ന ബാൻഡിനെ കുറിച്ചുള്ള ഒരു ഡോക്യു ഫിക്ഷൻ സിനിമയാണ് ബൊഹീമിയൻ റാപ്സഡി. അതിൽ മെയിൻ സിംഗറായിട്ടുള്ള ഫ്രെഡി മെർക്കുറിയുടെ കഥാപാത്രത്തെയാണ് റാമി മാലിക് അവതരിപ്പിച്ചത്. അതിനാണ് മികച്ച നടനുള്ള ഓസ്കർ കിട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ മികച്ച സഹനടിക്കുള്ള ഓസ്കർ ഇപ്പോൾ റെജീന കിങ്ങിന് ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മികച്ച സഹനടൻ. അതിനോടൊപ്പം തന്നെ അൽഫോൺസ് ക്യൂറിന്റെ ചിത്രത്തിനും അൽഫോൺസ് ക്യൂറിനും 2 ഓസ്കർ ലഭിച്ചിട്ടുണ്ട്. അൽഫോൺസ് ക്യൂറിൻ നമുക്കറിയാം, മികച്ച ഒരു സംവിധാനം തന്നെയാണ്. ഒരുപാട് വിദേശ ചിത്രങ്ങൾ എടുത്ത് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു മികച്ച സംവിധാനം കൂടിയാണ് അൽഫോൺസ് ക്യൂറിൻ. ഒപ്പം തന്നെ മികച്ചൊരു സിനിമാറ്റോഗ്രാഫറാണ് അൽഫോൺസ് ക്യൂറിൻ. അൽഫോൺസ് ക്യൂറിന്റെ റോമ എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്ര സംയോജനത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. റോമ എന്ന ചിത്രം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം, നമ്മൾ വിദേശ ഭാഷകളിൽ തന്നെ മികച്ച പ്രതികരണം ലഭിച്ച ചിത്രമായിരുന്നു. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് അതിൽ കൊണ്ട് തന്നെ റോമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇനിയും പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട്. മികച്ച നടിക്കുള്ള പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം എന്നിവയാണ്. അതിൽ ബൊഹീമിയൻ റാപ്സഡി ഇപ്പോൾ മുൻപിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ഓസ്കർ പുരസ്കാരം സ്വന്തമാക്കിയതിനു ശേഷം ബൊഹീമിയൻ റാപ്സഡിക്ക് ആയിരിക്കും മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ പട്ടികയിൽ സാധ്യത മുന്നിൽ കണ്ടിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മികച്ച നടി പുരസ്കാരത്തിൽ ഇപ്പോൾ പോപ്പ് ഗായികയായിട്ടുള്ള ലേഡി ഗാഗ മുന്നിൽ നിന്ന്. ലേഡി ഗാഗയ്ക്ക് മുമ്പ് തന്നെ പുരസ്കാരങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ലേഡി ഗാഗ ഒരു പോപ്പ് സിംഗറാണ്. പോപ്പ് സിംഗറിലുപരി മികച്ച നടിക്കുള്ള പുരസ്കാരം കൂടി ലഭിക്കുമ്പോൾ സിംഗറിന് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയായി ലേഡി ഗാഗ അറിയപ്പെടും. ഇപ്പോൾ ഓസ്കാർ പുരസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നടന്മാരും നടിമാരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് അവാർഡുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു ചിത്രത്തിന് കൂടി നമുക്ക് ഓസ്കർ ലഭിച്ചിരിക്കുകയാണ്. അതിൽ ഇന്ത്യക്കാരിക്ക് കൂടി ഓസ്കർ ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പീരിയഡ്സ് ഇൻ ദിസ് ടൈം എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് ഓസ്കർ ലഭിച്ചിരിക്കുകയാണ്. ആ ചിത്രം ഇന്ത്യയിലെ ആർത്തവത്തെയാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. ആർത്തവം ഒരു ഗ്രാമത്തിൽ എത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതാണ് ചിത്രത്തിലെ. ഇപ്പോൾ മികച്ച നടിയായി ഒലിവിയ കോൾമാനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ചിത്രം ഫേവറേറ്റ് ആണ്. ഓക്കെ അവന്തിക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫേവറേറ്റ് എന്ന ചിത്രത്തിന് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഇപ്പോൾ ഓസ്കർ ലഭിച്ചിരിക്കുകയാണ്. മികച്ച നടിക്കുള്ള ഓസ്കർ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ലേഡി ഗാഗയ്ക്കായിരുന്നു. എന്നാൽ ഒലിവിയയ്ക്ക് ഇപ്പോൾ ഓസ്കർ ലഭിച്ചത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ലേഡി ഗാഗയ്ക്ക് മുമ്പ് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒലിവിയ എന്ന നടി മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദ ക്യൂരിയസ് കേസ് ഓഫ് ദ ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയിൽ മികച്ച കഥാപാത്രം കാഴ്ചവെച്ചിട്ടുള്ള ലോക പ്രശസ്തമായ ഒരു നടിയാണ് ഒലിവിയ. അതുകൊണ്ട് തന്നെ ഒലിവിയയ്ക്ക് ഓസ്കർ ലഭിച്ചതിൽ നമ്മൾ തെല്ലും ആശ്ചര്യപ്പെടേണ്ടതില്ല. എന്നാൽ ലേഡി ഗാഗയായിരുന്നു കൂടുതലും പ്രതീക്ഷ അർപ്പിച്ചത്. കാണികളും ജനങ്ങളും മറ്റ് താരങ്ങളുമെല്ലാം പ്രതീക്ഷ അർപ്പിച്ച് ലേഡി ഗാഗയാണെങ്കിലും ഒലിവിയയ്ക്ക് ഓസ്കർ ലഭിച്ചിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ റാമി മാലിക്കിന് ഓസ്കർ ലഭിച്ചതും വളരെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
ഇനി അടുത്തത് നമുക്ക് ഇനി പ്രതീക്ഷിച്ച എല്ലാ ഓസ്കർ പുരസ്കാരങ്ങളും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് മികച്ച ചിത്രത്തിനുള്ള ഓസ്കറാണ്. ഈ മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഓസ്കറിലെ പ്രധാന പട്ടികയിലുള്ള എല്ലാ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു കഴിയും. മികച്ച ചിത്രം നമുക്ക് ഇനി മുന്നിലുള്ളത് ബോഹിമിയൻ റാപ്സഡി മാത്രമാണ്. 4 ഓസ്കർ ലഭിച്ച് ഇപ്പോൾ ബോഹിമിയൻ റാപ്സഡി മുന്നിലാണ്. എന്നാൽ ബ്ലാക്ക് പാന്തർ കൂടി അതിന് പിന്നിലുണ്ട്. കാരണം ബ്ലാക്ക് പാന്തറിന് 3 ഓസ്കർ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ 91ാമത് ഓസ്കർ പുരസ്കാരം പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ഇഷാർ നൽകിയത്. ഇടവേള. കൃഷിയിലൂടെ അതിജീവനത്തിന്റെ വീരഗാഥകൾ രചിച്ച മലയാളികളെ ഖദർ പുരസ്കാരങ്ങൾ നൽകി കൈരളി പീപ്പിൾ TV ആദരിക്കുന്നു. കേരളത്തിലെ മികച്ച കർഷകൻ, മികച്ച കർഷക, മികച്ച പരീക്ഷണാത്മക കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാല മുൻ VC ഡോക്ടർ KR വിശ്വംഭരനും പീച്ചി വാഴ ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ PB പുഷ്പലതയും അടങ്ങുന്ന ജൂറി അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നു. അപേക്ഷകൾ മാർച്ച് 1 മുൻപ് ഫാർമേഴ്സ് അവാർഡ്സ് @kairalitv.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഫാർമേഴ്സ് അവാർഡ്സ്, കൈരളി ടവേഴ്സ്, ആശാൻ സ്ക്വയർ, യൂണിവേഴ്സിറ്റി PO, പാളയം, തിരുവനന്തപുരം എന്ന വിലാസത്തിലോ അയക്കും. ലാക്മേ ഐക്കോണിക് കാജൽ. കറുകറുത്ത കാജൽ ഇത് സമയത്തെ പിന്നിലാക്കും. ഈ കറുകറുപ്പ് സ്മജ്ജിനെ പിന്നിലാക്കും. ഈ കറുപ്പ് നിറം വെള്ളത്തെ പിന്നിലാക്കും. ഈ കറുകറുത്ത കാജൽ സമയത്തെ പിന്നിലാക്കും 22 മണിക്കൂർ വരെ. ലാക്മേ ഐക്കോണിക് കാജൽ. ലാക്മേ റീഇൻവെന്റ്. ഈ സ്ത്രീകൾ 7 ദിവസം കൊണ്ട് ഡവിലേക്ക് മാറുമോ? ഡവ് ബ്യൂട്ടി ബാർ ഉപയോഗിച്ച ശേഷം എന്റെ മുഖം വെണ്ണ പോലെ മൃദുലമായി തുടങ്ങി. ഡവ് ഒരു ക്രീമിന്റെയും ഫേസ് വാഷിന്റെയും പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നു. മൈ സ്കിൻ ഈസ് ഗ്ലോയിങ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഡവിന്റെ മാജിക് എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. കാൽഭാഗം മോയ്സ്ചറൈസിംഗ് ക്രീമോടെ ഇനി എന്റെ ജീവിതകാലത്ത് മാറുകയേ വേണ്ട. ഡവിലേക്ക് മാറും മൃദുവായ ഏറെ തിളങ്ങുന്ന ചർമ്മത്തിന്. വൈദ്യരത്നം ഔഷധശാല. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. നാട്ടിലും വിദേശത്തും വളരെയധികം തൊഴിൽ സാധ്യതകളാണ് NCDC നൽകുന്ന മോണ്ടിസോറി കോഴ്സുകൾക്കുള്ളത്. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സ്വർണ്ണമൊക്കെ എടുത്ത് KSFയിൽ വെച്ച് കേട്ടാ ഇപ്പൊ മനസമാധാനമുണ്ട്. KSFE ഗോൾഡ് ലോൺ. ചെറുനാരങ്ങയുടെ പരിശുദ്ധി മിത്ര ലെമൺ ബ്യൂട്ടി. മിത്ര സ്കിൻ കെയർ സോപ്പ്, എ സിൻകോൺ പ്രൊഡക്റ്റ്. ഡ്രീം യുവർ ഹോം. മിനാർ ഗ്രൂപ്പ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുമായി നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം. Brides of India. Celebration Bridal Jewelry by Malabar Gold and Diamonds. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് ആവേശോജ്വല സ്വീകരണം. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥയെ വരവേൽക്കാൻ സ്ത്രീകളും വയോജനങ്ങളും തൊഴിലാളികളും അടക്കം നിരവധി പേരാണ് എത്തിയത്. ഇന്ന് വൈകിട്ടോടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ഇടുക്കിയിൽ പ്രവേശിക്കും. പുരോഗമനപരമായ കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിക്കണമെന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രയെ റബ്ബറിന്റെയും മലയോരങ്ങളുടെയും കായൽപ്പരപ്പിന്റെയും നാടായ കോട്ടയം ജില്ല ആവേശത്തോടെയാണ് വരവേറ്റത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയ്ക്ക് ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായി നിരവധി സ്ത്രീകളാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. കോട്ടയം ജില്ലയിലെ ആദ്യദിന പര്യടനം തിരുനക്കര മൈതാനിയിൽ സമാപിച്ചു. മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നിലപാടിനെതിരെയുള്ള പ്രതിഷേധവും ജാഥയിലുടനീളം ഉയർന്നു. ഇത് കോൺഗ്രസ് നിലപാടാണോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും. ഇത് കേരളത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും യൂത്ത് കോൺഗ്രസ്. ഇത് ഉമ്മൻചാണ്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കലാപമുണ്ടാക്കാനാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് രാവിലെ 11-ന് ചങ്ങനാശ്ശേരി പെരുന്നയിലും
3 മണിക്ക് പൊൻകുന്നത്തും 5-ന് മുണ്ടക്കയത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇതോടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടെ കേരള സംരക്ഷണ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയുടെ ഇന്നത്തെ സമാപനം പീരുമേട്ടിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF ഉത്തരമേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. തിരൂർ, എടപ്പാൾ, വളാഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങൾ. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ ജില്ലയിലെ LDF നേതാക്കൾ ചേർന്ന് ജാഥയെ സ്വീകരിച്ചതോടെ മലപ്പുറവും ആവേശത്തിലായി. കൊണ്ടോട്ടി, കോഹിനൂർ, ചെമ്മാട്, താനൂർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിനങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങൾ. 2ാം ദിവസമായ ഇന്ന് തിരൂരിൽ നിന്ന് പര്യടനം ആരംഭിക്കും. എടപ്പാൾ, വളാഞ്ചേരി സ്വീകരണങ്ങൾ പിന്നിട്ട് വൈകിട്ട് മലപ്പുറത്ത് സമാപിക്കും. അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ സ്വീകരണങ്ങളോടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി 27-ന് പാലക്കാട്ടേക്ക് കടക്കും. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ജനവിരുദ്ധതയും ബോധ്യപ്പെടുത്തിയായിരുന്നു ജാഥാംഗങ്ങളുടെ പ്രസംഗങ്ങൾ. ജാഥാ ക്യാപ്റ്റൻ കാനം രാജേന്ദ്രൻ സംസ്ഥാന സർക്കാരിന്റെ ഭരണമികവും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞത് സദസ്സ് കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. MV ഗോവിന്ദൻ മാസ്റ്റർ, CK നാണു MLA, ഷേഖ് P ഹാരിസ്, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ തുടങ്ങി ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം ജില്ലയിലെ LDF നേതാക്കളും ജാഥയെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംസ്ഥാനത്ത് ജാതീയ വേർതിരിവുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും മതനിരപേക്ഷതയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 150 വർഷം പിന്നിടുന്ന പീരുമേട് പള്ളിക്കുന്ന് CSI പള്ളിയുടെ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നവോത്ഥാന സാംസ്കാരിക മുന്നേറ്റത്തിന് മിഷണറിമാർ നൽകിയ പങ്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. മതനിരപേക്ഷത തകർക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളെ ജാഗ്രതയോടെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ വർഗീയതയും സാമുദായിക സ്പർദ്ധയും വളർത്തുന്ന ഒരു നടപടിയും വെച്ച് പൊറുപ്പിക്കില്ല. വർഗീയതക്ക് ഒരിഞ്ച് പോലും വഴങ്ങുകയുമില്ല. എല്ലാ വിഭാഗം വിശ്വാസങ്ങളെയും ഒരുപോലെ കാണുന്ന മതനിരപേക്ഷ പാതയിലൂടെ ഏതെല്ലാം തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നാലും നാം യാത്ര ചെയ്യും. അതിനായിരിക്കും സർക്കാർ നേതൃത്വം നൽകുന്നത്. ചടങ്ങിൽ CSI ഈസ്റ്റ് കേരള ഇടവക ട്രഷറർ റവറന്റ് VS ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA ES ബിജിമോൾ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. 1869 CMS മിഷണറിമാർ നിർമ്മിച്ച ദേവാലയത്തിന്റെ 1 വർഷം നീളുന്ന ജൂബിലി ആഘോഷങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കശ്മീരിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുന്നു. പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ച സൈനിക പ്രതിനിധികളുടെ യോഗം ഇന്ന് ആരംഭിക്കും. ഇന്നും നാളെയുമായി 2 ദിവസമാണ് യോഗം. 3 സേനകളുടെയും മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. 44 സൈനിക അറ്റാഷന്മാരാണ് രാജ്യത്തിനുള്ളത്. വിവിധ ലോകരാഷ്ട്രങ്ങളിലെ എംബസികളിൽ സൈന്യത്തെ പ്രതിനിധീകരിച്ച് നിയമിച്ചിട്ടുള്ള ഇവരുടെ യോഗം പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ദില്ലിയിൽ നടക്കും. 2 ദിവസത്തെ യോഗത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കും. കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത്, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബീരേന്ദ്ര സിംഗ് ധനോവ, നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബ എന്നിവരും പങ്കെടുക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളും സന്നിഹിതരാകുന്ന യോഗത്തിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന ഇന്ത്യൻ നയം ചർച്ച ചെയ്യപ്പെടും. വിവിധ രാജ്യങ്ങളെ പ്രതിരോധ സഹായം ഇന്ത്യ തേടുന്നുണ്ട്. സാധാരണഗതിയിൽ യുദ്ധത്തിനു മുമ്പും അറ്റാഷന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്. യുദ്ധ സാഹചര്യം മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണിത്. നിലവിൽ പുൽവാമ സ്ഫോടനത്തിന്റെ പ്രത്യാക്രമണവും യോഗത്തിൽ ചർച്ചയാകും. കാശ്മീരിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുന്നു. 10,000 അർദ്ധസൈനിക വിഭാഗങ്ങളെ അധികമായി കാശ്മീരിൽ വിന്യസിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 5 ലോക്സഭാ സീറ്റ് മാത്രമുള്ള ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡ്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ താഴ്വരയിലെ ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. 2014 തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും നേടിയ BJP ആഭ്യന്തര തർക്കം മൂലം സിറ്റിംഗ് MPമാർക്ക് വീണ്ടും അവസരം നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രചാരണം. ഹരിദ്വാർ എന്ന തീർത്ഥാടന കേന്ദ്രവും സിവിൽ സർവീസുകാരുടെ ട്രെയിനിംഗ് സെന്റർ കൊണ്ട് പ്രസിദ്ധമായ മസൂറിയും ഉൾപ്പെടുന്ന ഉത്തരാഖണ്ഡ് ഇന്ത്യൻ ഭൂപടത്തിലെ വളരെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ്.
ഹരിദ്വാറിന് കൂടാതെ തെഹരി ഗഹ്വാൾ, അൽമോറ, നൈനിതാൾ, ഉധംസിംഗ് നഗർ എന്നിവയാണ് ലോക്സഭാ മണ്ഡലങ്ങൾ. 12 മാസം തണുപ്പ് മാത്രമുള്ള ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയത്തിന് പക്ഷെ ചൂടാണ്. 2014 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും വിജയിച്ച BJPയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിരിക്കുന്നു. സീറ്റ് ചർച്ചകൾക്കായി സംസ്ഥാനത്തെത്തിയ കേന്ദ്രമന്ത്രി തൻവർചന്ദ് ഗെഹ്ലോട്ട് എല്ലാ സിറ്റിംഗ് എംപിമാർക്കും സീറ്റ് നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇതിനെതിരെ സിറ്റിംഗ് എംപിമാരും രംഗത്തെത്തി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയത്തിനു ശേഷം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം സജീവമല്ല. BJPയിലെ ആഭ്യന്തര തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന ഏക പ്രതീക്ഷ മാത്രമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് 46.5% വോട്ട് സംസ്ഥാനം ഭരിക്കുന്ന BJPക്കുണ്ട്. കോൺഗ്രസിന് 33.5%. ഇരു പാർട്ടികളും കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തെ ശക്തമായ പാർട്ടി മായാവതിയുടെ BSP. 7.0 വോട്ടിംഗ് ശതമാനമെങ്കിലും അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിദ്വാറിലും നൈനിതാളിലും 2ാം സ്ഥാനത്തെത്തിയിരുന്നു മായാവതി. ഉത്തർപ്രദേശിനു പിന്നാലെ SPയുമായി സഖ്യമായി ഉത്തരാഖണ്ഡിൽ മത്സരിക്കാനാണ് മായാവതിയുടെ ശ്രമം. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ സഖ്യത്തിന് കഴിയും. പുൽവാമ സ്ഫോടനത്തോടെ ഉത്തരാഖണ്ഡ് ഏറെ വാർത്താശ്രദ്ധ നേടിയിരുന്നു. സ്ഫോടനം നടക്കുമ്പോൾ ഉത്തരാഖണ്ഡിലെ കോർബൽ ദേശീയ പാർക്കിൽ ഷൂട്ടിംഗിലായിരുന്നു നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതും സംസ്ഥാനത്ത് സജീവ പ്രചാരണ വിഷയമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.